അതിനിടയിൽ തന്നെ നിഷേധിച്ച എത്ര ഹദീസാണ്. ഞാൻ അന്ന് പറഞ്ഞു 3000 ഒരു പൂജ്യം വിട്ടുപോയതാണ്. ഇപ്പൊ പൂജ്യത്തിന്റെ എണ്ണം കൂടുപോയി പോക്കുകയാണെങ്കിൽ ഈ രണ്ട് ശബാബുകൾ ഒന്ന് 2024 നവംബർ 8 വെള്ളി. നേരത്തെ മാലിക് സലഫി ഇവിടെ സൂചിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റിന്റെ ലേഖനം, അത് കേവലം ലേഖനമല്ല. എന്താണ്? സുന്നത്തനുധാവനം അക്ഷരവായനയാകുമ്പോൾ ഇത്തിബാഉ സുന്ന, സുന്നത്തിനെ പിൻപറ്റുക എന്നത് അക്ഷരവായന ആകുന്നു എന്നാണ് മൂപ്പരുടെ വിമർശനം. അവിടെ അങ്ങനെ ആകാൻ പറ്റൂല. ഇത് സംസ്ഥാന പ്രസിഡന്റാണ്. ശബാബിന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിന് സ്വാഗതസംഘം രൂപീകരിച്ചപ്പോൾ അതിന്റെ രക്ഷാധികാരിയിൽപ്പെട്ട ആൾ അദ്ദേഹം രാജിച്ചു എന്ന് പറയാം. രാജിച്ചു എന്തിനാ? എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ ഇല്ലാത്തത് എഴുതിപ്പോയി, ആ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ രാജിക്കുന്നു എന്നാണോ പറഞ്ഞത്? അല്ല. ഞാൻ ഈ ലേഖനം എഴുതിയപ്പോൾ ഒപ്പമുള്ള മനുഷ്യന്മാരെ ആക്ഷേപിച്ചു, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ രാജിക്കുകയാണ്. അപ്പം മൂപ്പര വീക്ഷണപ്രകാരം ഇത് ഹക്കാണ്, ഈ ലേഖനം സത്യമാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ആ സത്യം എഴുതിയത് കൂടെയുള്ള മനുഷ്യന്മാർ ചോദ്യം ചെയ്തു. അപ്പൊ എന്താ മനസ്സിലാണത്? മർക്കസ് ദഅവയിൽ ഉണ്ട് ഹദീസിനെ സ്നേഹിക്കുന്ന കുറച്ചാൾ ബാക്കി. ഹദീസിനെ സ്നേഹിക്കുന്നവർ കുറച്ചൊക്കെ ബാക്കിയുണ്ട്. ആ ചോദ്യം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അതാണ് വേണ്ടത്. അല്ല ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങൾ ജയിച്ചു, നിങ്ങൾ സമ്മതിച്ചു, അതൊന്നും പറയാൻ പോകുന്നില്ല. ഇതാണ് സഹോദരങ്ങളെ വേണ്ടത്. ഹദീസിനെതിരെ സ്വന്തം പ്രസിദ്ധത്തിൽ വന്നാലും സ്വന്തം പ്രസിഡന്റ് എഴുതിയാലും അത് ശരിയല്ലെന്ന് വിളിച്ചു പറയാനുള്ള ആർജവം വേണം. അത് അല്ലാഹുവിന്റെ കിതാബിനോട് റസൂലിന്റെ സുന്നത്തിലുള്ള നമ്മുടെ നസീഹത്തിന്റെ ഭാഗമാണ്, വാജിബായ കാര്യമാണ്. ഇദ്ദേഹം പറയാം, ആദ്യം എൻ്റെ അനുഭവം പറയട്ടെ. തുടക്കല ലേഖനം ആരംഭിക്കുന്നത് അതെന്താ? കുറെ മുമ്പ് ഒരു ഭക്ഷണ സദസ്സിൽ ഞാൻ ഇടത്തെ കൈകൊണ്ട് ഗ്ലാസ് പിടിച്ച് കുറച്ച് വെള്ളം കുടിച്ചു. ആര്? സംസ്ഥാന പ്രസിഡന്റ് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചു. എന്റെ അടുത്തിരുന്ന വ്യക്തി അല്പം നീരസത്തോടെ ചോദിച്ചു, ഇടത്തെ കൈ കൊണ്ടാണോ വെള്ളം കുടിക്കുന്നത്? വലത് കൈ കൊണ്ട് കുടിക്കുന്നതിന്റെ സുന്നത്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ മറുപടി പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ്: വലത് കൈ കൊണ്ട് തിന്നലും കുടിക്കലുമെല്ലാം സുന്നത്ത് തന്നെ. പക്ഷേ ചോറും കറിയും മത്സ്യമാംസാദികളും മറ്റും ഒന്നിച്ച് കുഴച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ എൻ്റെ വലത് കൈയിൽ പുരണ്ട് കിടക്കുന്നത് കൊണ്ടാണ് വൃത്തിയുള്ള മറ്റേ കൈ കൊണ്ട് വെള്ളം കുടിച്ചത്. വൃത്തിയും ശുദ്ധിയും ഈമാന്റെ പകുതിയാണെന്നല്ലേ പ്രവാചകൻ പഠിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? ഈ കൈ വൃത്തികേടായിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിലെ അധ്യാപനം വൃത്തി ഈമാന്റെ പകുതിയാ, അതുകൊണ്ട് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചതാണ്. എന്നിട്ട് പറയപ്പോ 82 വയസ്സായി, എനിക്ക് പറഞ്ഞ് വയ്യാറ്. 82 വയസ്സിൽ അതിശേഷിക്കാൻ ആവശ്യമുണ്ടോ? 82 വയസ്സിൽ പരലോകത്തേക്കുള്ള ചിന്ത കുറച്ചുകൂടി കൂട്ടാന്നല്ലാതെ. അപ്പൊ ഇടത്തേകളെ കുടിച്ചു ചെയ്തത് ന്യായം പറയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാം, കഴിഞ്ഞില്ല, മറുപടി മറ്റാക്കാൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആയിക്കോട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയാം, ദൈവികമായ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ, ആയത്തുകൾ പോലും അവയുടെ യഥാർത്ഥ ഉദ്ദേശവും പൊരുളുമറിയാതെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യരുത് എന്നാണ് ദൈവകൽപ്പന. ഖുർആന്റെ ആയത്താണെങ്കിൽ പോലും അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഞാൻ ശേഷം വരുന്നുണ്ട് അതിലേക്ക്, അത് പറയാം. എന്നിട്ട് കഴിഞ്ഞില്ല, അദ്ദേഹം വീണ്ടും പറയുന്നു, പിന്നീട് സ്ത്രീകളെ വേഷമാണ് ഇതിന് ചർച്ച ചെയ്യുന്നത്. കൂട്ടുകാരികളോടൊപ്പം കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഇസ്ലാമിക വസ്ത്രധാരണം എന്ന പേരിൽ അവരെ ഇങ്ങനെ വേഷം കെട്ടിക്കുന്നത് അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളുടെ അക്ഷരവായന തന്നെയാണ്. ചെറിയ പെൺകുട്ടിയാക്കി ഇസ്ലാമിക വേഷം കെട്ടിക്കുന്നത് പറ്റൂല, അത് സുന്നത്തിന്റെ അക്ഷരവായനയാണ്. എന്നിട്ടോ അങ്ങനെ ചെയ്യുന്നത് പെൺകുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിക വേഷം പരിശീലിപ്പിക്കാനാണ് എന്ന് പറഞ്ഞേക്കാം. അതിനുള്ള മറുപടി, കാര്യം മനസ്സിലാക്കാതെയുള്ള പരിശീലനം ഒരു തരത്തിലുള്ള ഫലവും ഉണ്ടാക്കുകയില്ല എന്നാണ്. ഇസ്ലാമിക നിയമങ്ങളുടെ അർത്ഥവും ലക്ഷ്യവും ഗ്രഹിക്കാൻ കഴിയുന്ന പ്രായത്തിൽ പോരെ പരിശീലനം. അപ്പൊ ചെറുപ്പത്തിൽ ഒന്നും പരിശീലിപ്പിക്കണ്ട, ചെറിയ പ്രായത്തിൽ ഒന്നും പരിശീലിപ്പിക്കണ്ട. നിങ്ങളെ മദ്രസ 10ാം ക്ലാസ് തുടങ്ങുന്നത് 1ാം ക്ലാസ് അല്ലേ? 10ാം ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ ചെറിയ പ്രായത്തിൽ ഒന്നും പരിശീലിപ്പിക്കണ്ട. 87 ഹദീസ് ഈ വിഷയത്തിലുണ്ട്, അത് മുഴുവൻ തള്ളിയപ്പോ ഈ ഒറ്റ വിഷയത്തിന്
ചെറുപ്പത്തിന് മതനിയമങ്ങൾ പരിശീലിപ്പിക്കണമെന്ന് പഠിപ്പിക്കുന്ന 87 ഹദീസുകളാ ഒറ്റ വാക്കിന് ഇവിടെ ഔട്ടായി പോയത്. കഴിഞ്ഞില്ല. പുരുഷന്മാർ താടി വളർത്തണമെന്നും മീശ വെട്ടണമെന്നുമുള്ള സുന്നത്ത് വിശദീകരിച്ചുകൊണ്ട് താടി തൊടാൻ പാടില്ലെന്ന് ചില പണ്ഡിതന്മാർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. താടി എത്ര വളർന്ന് വലുതായി വികൃതമായി മാറിയാലും അത് വെട്ടിവൃത്തിയാക്കാതെ അങ്ങനെ തന്നെ നിലനിർത്താൻ അനുയായികളെ പ്രേരിപ്പിക്കുക വഴി വൃത്തിയും വെടിപ്പും ഈമാന്റെ പകുതിയാണെന്ന പ്രവാചക വചനത്തെ നിഷേധിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. ഇപ്പൊ താടി നീട്ടി വളർത്തിയാൽ സുന്നത്തിനെ നിഷേധിക്കുകയാണ്. കാരണം എന്താ? വെടിപ്പും വൃത്തിയും വേണമെന്ന് സുന്നത്താണ്. അതില്ല, നീണ്ട് വികൃതാവൂല, താടി വികൃതാവൂല. അത് താടി ഉണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതിനാളുകൾക്കറിയാം. അപ്പൊ താടി നീട്ടി വളർത്തൽ എത്ര ഹദീസാണുള്ളത്? തുടങ്ങി എത്ര ഹദീസുകൾ, ഏതാണ്ട് 100ഓളം ഹദീസുകൾ ആ വിഷയത്തിൽ മാത്രം വന്നിട്ടുണ്ട്. അതിനെ മുഴുവൻ കൊച്ചാക്കുന്നു. പിന്നെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നവർ വിടവ് വരാതെ അണി ഒപ്പിച്ച് അടുത്ത് നിന്ന് നിസ്കരിക്കണമെന്നത് സുന്നത്താണ്. ഇതിനെക്കുറിച്ച് ഇമാമുകൾ തങ്ങളെ തുടർന്ന് നിസ്കരിക്കുന്നവരെ തുടക്കത്തിൽ ഉണർത്താറുമുണ്ട്. എന്നാൽ പ്രവാചക നിർദ്ദേശത്തെ അക്ഷരവായന നടത്തിക്കൊണ്ട് നമസ്കാരത്തിന്റെ അണികളിൽ വിടവുണ്ടായാൽ അതിലൂടെ പിശാച് പ്രവേശിക്കാതിരിക്കാൻ അടുത്തുനിന്ന് നമസ്കരിക്കുന്നവന്റെ കാൽപാദത്തിൽ സ്വന്തം പാദം ഉരസി നിർത്തി പ്രയാസം സൃഷ്ടിക്കുന്ന തീവ്രഭക്തന്മാരെ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ സ്വഫ് അടുപ്പിച്ചെന്നാൽ തീവ്രഭക്തന്മാരാണ്. ഗ്യാപ്പുണ്ടായ പിശാച് കയറുമെന്ന് പറഞ്ഞാൽ അക്ഷരവായനയാണ്. സ്വഹാബികളൊക്കെ സ്വഫിട്ടിലെങ്ങനെയാ? അനസുല്ലാഹു മദീനയിൽ വന്നപ്പോൾ മദീനക്കാർ പറഞ്ഞു, നിങ്ങൾ നബിന്റെ കൂടെയും 4 ഖലീഫമാരെ കൂടെ നിസ്കരിച്ച ആളാണല്ലോ, അതുകൊണ്ട് ഞങ്ങളെ നിസ്കാരമൊക്കെ ഒന്ന് നോക്കി വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തിത്തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒക്കെ നിരീക്ഷിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാ അൻകത്തുക്കും ശൈആ, ഞാൻ നിങ്ങളിൽ തെറ്റൊന്നും കാണുന്നില്ല, ഇല്ലാ അന്നക്കും ലാ തതിമ്മൂന സുഫൂഫ്, സ്വഫ് പൂർത്തിയാക്കുന്നില്ല എന്ന കുഴപ്പമുണ്ട്. അക്കാലത്താ പറയണത്, താബിഈങ്ങളായി പറയുന്നത്. ഇന്ന് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊക്കെ സ്വഫ് കിട്ടിയത് ഹത്താ ഇന്ന അഹദനാ ലയുസ്രിഖു ഖദമഹു ബിഖദമി സ്വാഹിബിഹി വമൻകിബഹു ബിമൻകിബിഹി വഫീ റിവായ വകഅബഹു ബികഅബിഹി. ഞങ്ങൾ സ്വഫ് കിട്ടിയത് ഞങ്ങളുടെ കാൽപാദം അടുത്താളുടെ കാൽപാദവുമായി ഒട്ടിച്ചേർത്തുകൊണ്ടാണ്, നെരിയാണിയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്, ചുമലുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുണ്ട്, ഞങ്ങളന്ന് അങ്ങനെ സ്വഫ് കെട്ടി, ഞാനെങ്ങാൻ നിങ്ങളെ പിടിച്ച് ഇന്ന് അങ്ങനെ സ്വഫ് നിർത്തിയാൽ നിങ്ങൾ വെറുപ്പ് കാണിക്കും, നിങ്ങൾ മോട്ട് കാണിക്കും. മോട്ട് കാണിക്കുന്ന ഒരു കുതിരയെപ്പോലെ നിങ്ങൾ കുറുമ്പ് കാണിക്കുമെന്നാണ് അനസ്സലാഹു അന്ന് പറഞ്ഞു കൊടുത്തത്. എന്നിട്ടാ പറഞ്ഞ സ്വഫ് അടുപ്പിച്ചെന്നാൽ അത് അക്ഷരവായനയാണ്, അത് പറ്റൂല. ഇനിയോ കഴിഞ്ഞില്ല, അദ്ദേഹം പിന്നെയും പറയാം. മറ്റൊരു വിഷയം, രോഗികളെയും മരണാസന്നരെയും മരണപ്പെട്ടവരുടെ ബന്ധുക്കളെയും സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പുണ്യകരമായ സുന്നത്താണ്. രോഗിനെ സന്ദർശിക്കുക, മരിച്ചോടത്ത് മയ്യത്തിൻ്റെ അടുത്ത് പോവുക, മരിച്ചവന്റെ ബന്ധുക്കളെ സമാധാനിപ്പിക്കുക, ഇതൊക്കെ സുന്നത്താണ്. എന്നാൽ പലരും അങ്ങനെ ചെയ്യുന്നത് രോഗികളെയോ മരണ വീട്ടുകാരെയോ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഏറെ തങ്ങൾക്ക് ആ സുന്നത്ത് അനുഷ്ഠിച്ചതിന്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് ഉള്ള കൂലി കിട്ടണമെന്ന സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് അങ്ങനെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെയെല്ലാം ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ചിലരെങ്കിലും അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാർത്ഥമായ ഈ കൂലിമോഹം ഈ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പല സൽക്കർമ്മങ്ങളുടെയും സൽഫലങ്ങളെ ഇല്ലാതാക്കും. എന്താ പറഞ്ഞത്? കൂലിട്ടാൻ വേണ്ടിയാ പലരും പോണത്, അത് ശരിയല്ല. പിന്നെന്തിനാ പോണത്? രോഗിനെ സന്ദർശിച്ച എത്രേ കൂലി, മലക്ക് പ്രാർത്ഥിക്കും നമുക്ക് വേണ്ടിയില്ല. ആ കൂലിട്ടാൻ വേണ്ടി രോഗിനെ കാണാൻ പോയാൽ അത് സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥത കൊണ്ട് ഇതിന്റെ ഫലം നഷ്ടപ്പെടുന്നു. ഈ രോഗി സന്ദർശനത്തിന് മാത്രമല്ല, പല കർമ്മത്തിനും കണ്ടോ, രോഗി സന്ദർശനത്തിന് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പല സൽക്കർമ്മങ്ങളുടെയും സൽഫലങ്ങളെ ഇല്ലാതാക്കും. ഏത്? ഈ കൂലിമോഹം. അപ്പൊ കൂലി ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്താൽ ആ സൽക്കർമ്മത്തിന്റെ സൽഫലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ കൂലിട്ടാൻ വേണ്ടി ചെയ്യണ്ട. വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്, എത്ര ഹദീസായത് വന്നത്, ഒറ്റ ലേഖനത്തിലാ ഇതൊക്കെ. ഇനി കഴിഞ്ഞില്ല, നബി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു പോയി,
നിസ്കരിക്കാൻ ഒരാൾ ബാങ്ക് കൊടുക്കാൻ പറയാ, ഒരാൾ ഇഖാമത്ത് വിളിക്കാൻ പറയാ, എന്നിട്ട് പള്ളിക്ക് വരാത്ത ആളുകളെ തെരഞ്ഞുപിടിച്ച് പോലെ വീട്ടിൽ ചെന്നിട്ട് വീടൊന്നാകെ ചുട്ട് ചാമ്പലാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. അവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് കൽപ്പിച്ചില്ല. അത് ജമാഅത്തിന്റെ പ്രാധാന്യം പറയാണ്. ഈ ഹദീസ് വെച്ച് പറയാ, ഇതെങ്ങാനും ഇവർ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ എന്തൊരു ഇടകാറായിരിക്കും നമുക്കുണ്ടാവുക. കാരണം എല്ലാവരും പരി കത്തിക്കൂലേ മുമ്പ് ജമാഅത്തിന് പോകില്ല. അതുകൊണ്ടാണ് ഈ ഹദീസ് പ്രാവർത്തികം നമുക്ക് വിചാരമുണ്ടോ? സഹോദരന്മാരെ, കഴിഞ്ഞില്ല. ഹദീസുകളിൽ തർഗീബിന് വേണ്ടിയും തർഹീബിന് വേണ്ടിയുമുള്ളതും ഉണ്ട്. തർഗീബ് എന്നാൽ ആഗ്രഹം ജനിപ്പിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കൽ അഥവാ പ്രോത്സാഹനം. തർഗീബ് എന്നാൽ പേടിപ്പിച്ച് പാപങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കൽ അഥവാ നിരുത്സാഹനം. പുണ്യകർമ്മങ്ങളുടെ മഹത്വവും പാപകൃത്യങ്ങളുടെ ഗൗരവ സ്വഭാവവും വ്യക്തമാക്കുന്നതാണ് ഹദീസുകളിൽ പലതും. ഈ തത്വം മനസ്സിലാക്കാതെ ഹദീസുകളെയെല്ലാം അക്ഷരാർത്ഥത്തിൽ എടുത്ത് പ്രവർത്തിച്ചാൽ അത് അപകടങ്ങളിലേക്കാണ് നയിക്കുക. എല്ലാ ഹദീസും അമൽ ചെയ്താൽ വലിയ അപകടത്തിലേക്ക് എത്തുന്നതാണ് സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ കഴിഞ്ഞ ഗണത്തിന് ശേഷം എഴുതിയ ലേഖനം. അപ്പം 3150 ഒന്നുമില്ല, ഏതാണ്ട് ഒരു 500ഓളം ഹദീസ് ഇപ്പോൾ ഇതിൽ തന്നെ പോയി 500ഓളം ഹദീസ് ആയത്തും പോയി.